ആറാമത് അന്തർദേശീയ വനിതാ ചലച്ചിത്രമേള കൊട്ടാരക്കരയിൽ വെച്ച് മെയ് 23, 24, 25 തീയതികൾ നടക്കുകയാണ്. കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന ഈ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേള വലിയ വിജയമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അത് വളരെ ചുരുക്കി പറഞ്ഞാൽ 3 ദിവസമാണ് 25ഓളം സിനിമകളാണ് സ്ക്രീൻ ചെയ്യുന്നത്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള സിനിമകൾ, അതുപോലെ പ്രത്യേകമായി ആർട്ട് ഫിലിം എന്നുള്ളൊരു പ്രത്യേക കാറ്റഗറി അല്ല, ശ്രദ്ധേയമായ വനിതാ ചലച്ചിത്രകാരരുടെ മുൻകൈയിലുള്ള സിനിമകളാണ്. അപ്പോൾ ഈ ചലച്ചിത്രമേള നടക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ സംശയമുണ്ട്, എങ്ങനെയാണ് ഇത് കയറുക? വനിതാ ചലച്ചിത്രമേള ആയതുകൊണ്ട് വനിതകൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. വനിതകൾക്കല്ല. വനിതാ ചലച്ചിത്രകാരുടെ സിനിമയാണെങ്കിലും സിനിമ കാണാൻ നമുക്കെല്ലാവർക്കും പോവാം. ഇതിന് രജിസ്ട്രേഷനുണ്ട്. 1000ഓളം പേരെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഇപ്പോഴും എടുക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള സ്ഥലത്താകുമ്പം പിന്നെ 2 തരത്തിലുള്ള ടിക്കറ്റുണ്ട്. 422 രൂപയാണ് പൂർണ്ണ ടിക്കറ്റിന് വേണ്ടി വരുന്നത്. 472 രൂപയാണ് ഒരാൾക്ക് ഈ 25 സിനിമയും കാണാനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പണം. എന്നാൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്, നേരത്തെ പകുതിയാണ്. പിന്നെ ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുക്കാം. കൗണ്ടറിൽ പോയാലും ടിക്കറ്റ് എടുക്കാം. പക്ഷേ ഈ രജിസ്ട്രേഷൻ ഒരുമിച്ച് ഇത്രയും ടിക്കറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചലച്ചിത്രമേളയുടെ സംവിധാനം. അപ്പോൾ രാവിലെ 9 മണിക്ക് ചലച്ചിത്രം തുടങ്ങും. വൈകിട്ട് രാത്രി 9 മണി വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചലച്ചിത്രങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ചലച്ചിത്രമേളയുടെ പൊതു സ്വഭാവം. ഇതിനിടയ്ക്ക് ഈ 2 ദിവസങ്ങളിൽ ചില പ്രധാനപ്പെട്ട ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട മേഖലകളെപ്പറ്റി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ചർച്ചകളുണ്ടാവും. അപ്പോൾ അതിനകത്ത് നമുക്ക് പങ്കെടുക്കാൻ, സംവാദം കേൾക്കാം. വൈകിട്ട് 24-ാം തീയതി 2 ദിവസവും വൈകിട്ട് 23-നും 24-നും വൈകിട്ട് കലാപരിപാടി ഉണ്ടാവും. ചന്തമുക്കിനെ നമ്മുടെ പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ചന്തമുക്കിലെ മൈതാനത്ത് മുനിസിപ്പൽ സ്ക്വയറിൽ പ്രശസ്ത ഗായിക ആയിട്ടുള്ള നാടൻപാട്ട് പ്രശസ്തയാണല്ലോ നഞ്ചിയമ്മയുടെ ഗ്രൂപ്പിൻ്റെ പാട്ടുകളുണ്ട്. അതുപോലെ മറ്റൊരു പിങ്ക് ബാൻഡിൻ്റെ പാട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികളാണ് ചലച്ചിത്ര അക്കാദമി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും പോകാൻ കഴിയുന്നതാണ്. ലോകത്തെ ഏത് ഭാഷയിലുള്ള സിനിമയും സബ് ടൈറ്റിൽസ് സഹിതമാണ് കാണിക്കുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു എന്താണ് ആ സിനിമയുടെ മൊത്തം ഒരു കണ്ടൻറ് എന്നുള്ള ചെറിയ ഒരു സിനോപ്സിസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പേപ്പറിൻ്റെ കൂടെ, ബാഗുകളുടെ കൂടെ, പിന്നെ ബുക്കിൻ്റെ കൂടെ അത് കിട്ടും. അപ്പോൾ വളരെ നന്നായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജില്ലാ തലസ്ഥാനത്തിന് പുറത്ത് ആദ്യമായിട്ടാണ് ഈ ചലച്ചിത്രമേള നടക്കുന്നത്. അത് കൊട്ടാരക്കര വരികയാണ്. വളരെ റെയറായിട്ടുള്ള, വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു മേള വരുമ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും അതിന് രജിസ്റ്റർ ചെയ്യുകയും പോവുകയും വേണം. അപ്പം നാളെ തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ സൈറ്റും അതിൻ്റെ വിവരങ്ങളും ഒക്കെ ഇതിൽ നിന്ന് തന്നെ ഈ ചാനൽ വഴിയും പത്രം വഴിയും നിങ്ങൾക്ക് കിട്ടും. രജിസ്റ്റർ ചെയ്യുക. അവിടെ വന്നാലും രജിസ്റ്റർ ചെയ്യാൻ പറ്റും. തിരുവനന്തപുരത്തോ എറണാകുളത്തോ പൂനെയിലോ ഒക്കെ പോയി കാണേണ്ട സിനിമകൾ ചലച്ചിത്രത്തിൻ്റെ ആ കലാമേഖലയോട് താല്പര്യമുള്ളവർക്ക് കൊട്ടാരക്കര തന്നെ കാണാൻ കഴിയുന്നു. ഇത് ആദ്യമായിട്ട് നടത്തുകയാണെന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത് വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. വൈകിട്ടുള്ള കലാപരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധേയമായിട്ട് തന്നെയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നമുക്ക് ഈ നല്ല അവസരം ഉപയോഗിക്കണം. കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ ഇങ്ങനെയുള്ള നഗരങ്ങളിൽ നടന്ന അവിടെ നമുക്ക് ലഭിച്ച അതിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെ ആവേശവുമായിട്ടാണ് ഇത്തവണ ഇത് കൊട്ടാരക്കരയിൽ ഈ വനിതാ ചലച്ചിത്രോത്സവം നടക്കുന്നത്. ഇത് ലോകത്തെ തന്നെ വളരെ ശ്രദ്ധേയമായ ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ, അത് വനിതാ സംവിധായകരുടെ സിനിമകളാണ്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളാണ് ഏതാണ്ട് 24 സിനിമകൾ, അത് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽപ്പെട്ടതും ഉൾപ്പെടെ. അപ്പോൾ ഇത് കൊട്ടാരക്കരയിൽ നമ്മൾ ഈ പ്രദർശനം നടത്തുമ്പോൾ കൊട്ടാരക്കര എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം കൂടിയുണ്ട്. മലയാള സിനിമയ്ക്ക് മഹാസംഭാവന നൽകിയ ഒരുപാട് മഹാപ്രതിഭകളുടെ ഒരു നാട് കൂടിയാണ് കൊട്ടാരക്കര. ഇവിടെ സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന വലിയൊരു പ്രേക്ഷക വൃന്ദവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇത് സമഗ്ര കൊട്ടാരക്കര എന്ന കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയുടെ ഒരു പ്രത്യേക പദ്ധതിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ധനകാര്യമന്ത്രിയുടെ ഒരു വലിയ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശവും നിർദ്ദേശവും ഒക്കെ അനുസരിച്ച് തന്നെയാണ് ഈ ഒരു മേളയുടെ ക്രമീകരണങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി തന്നെ നടന്നു വരികയാണ്.
അതിൻ്റെ രജിസ്ട്രേഷൻ ഇവിടെ ആരംഭിച്ചു. ഇപ്പോൾ തന്നെ ഒരു വലിയ സ്വീകാര്യത ഈ മേളയ്ക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 23, 24, 25 തീയതികളിൽ ഇവിടെ മിനർവ തിയേറ്ററിൽ 2 വേദികളിലായിട്ടാണ് ഈ സിനിമ പ്രദർശനം നടക്കുന്നത്. ഇത് പിന്നെ വനിതാ ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ ഇത് എല്ലാവർക്കും പ്രവേശനമുള്ള, എല്ലാ പ്രേക്ഷകർക്കും, അവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും കാണാവുന്ന ആ തരത്തിലുള്ള ഒരു പിന്നെ ചലച്ചിത്രമേളയാണ്. ഇതിൽ പ്രദർശിപ്പിക്കുന്ന പല സിനിമകളും നമുക്ക് പിന്നെ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിൽ, ഇതിപ്പോൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെ പലപ്പോഴും നമ്മളെ ഇത്തരം സിനിമകളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും ഒരു ബിഗ് സ്ക്രീനിൻ്റെ ആ ഒരു ചലച്ചിത്ര അനുഭവം അത് ഇത്തരം മേളകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് ഒരു സ്ത്രീകളുടെ വളരെ സങ്കീർണമായ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന, സ്ത്രീകളെ സംബന്ധിച്ച അത് സ്ത്രീകൾ തന്നെ അത്തരം സിനിമകൾ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ സ്ത്രീകളുടെ കാഴ്ചപ്പാടുകൾ അത് പുരുഷൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ സ്ത്രീകൾ സംവിധാനം ചെയ്ത അത്തരം സിനിമകൾ, അതിൻ്റെ ഒരു വലിയ ഒരു പ്രത്യേകത ഇത്തരം സിനിമകൾക്കുണ്ട്. അവിടെ തന്നെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സിനിമകളും, ഓരോ സിനിമകളുടെയും പേരുകൾ എടുത്തു പറയുന്നില്ല, എല്ലാ സിനിമകളും പ്രേക്ഷകർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമകൾ തന്നെയാണ്. ഇത് IFFK എന്ന് പറയുന്ന ഏറ്റവും നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ അതേ ഒരു പാറ്റേണിലാണ് ഇവിടെ ഇത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ചലച്ചിത്ര പ്രദർശനങ്ങളുണ്ട്, ഒപ്പം സംവാദങ്ങളും ഓപ്പൺ ഫോറങ്ങളും ഡിസ്കഷൻസും അതുപോലെ സാംസ്കാരിക പരിപാടികളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഈ ദിവസങ്ങൾ, ഈ ഫെസ്റ്റിവലിൻ്റെ ദിവസങ്ങൾ ഒരു വലിയ ആഘോഷമായിട്ട് തന്നെ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് മാറുകയാണ്. അത്തരത്തിൽ കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ഫെസ്റ്റിവലായിട്ട് ഇത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളുടെ ഒരു രീതിയിൽ ഇനിയും തുടർന്നും ധാരാളം അത്തരം ഫെസ്റ്റിവലുകൾക്ക് ഉള്ള വേദിയായി കൊട്ടാരക്കര മാറും എന്ന പ്രതീക്ഷ കൂടി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ എല്ലാ ആവശ്യത്തിലുമാണ് ഇതിൻ്റെ സംഘാടകർ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെ മുഴുകിയിരിക്കുന്നത്. ഈ വലിയ കൊട്ടാരക്കരയെ സംബന്ധിച്ച് വലിയ ചലച്ചിത്ര പാരമ്പര്യമുള്ള സ്ഥലമാണ് കൊട്ടാരക്കര. എത്രയോ പ്രഗത്ഭന്മാർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് മുരളിയും ഉൾപ്പെടെ ഇങ്ങോട്ട് നിരവധി ആളുകളുടെ ഒരു നാടാണ്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ ഇങ്ങനെ കഥകളിയുടെ നാടായ, കലാപാരമ്പര്യമുള്ള നാടായ കൊട്ടാരക്കരയിൽ ഈ ചലച്ചിത്രമേള നടക്കുമ്പോൾ വനിതാ ചലച്ചിത്രമേളയാണ്. ചലച്ചിത്ര രംഗത്തുള്ള വനിതകളുടെ മുൻകൈ എന്നാണ്, എല്ലാവർക്കും കാണാം, പുരുഷന്മാർ സ്ത്രീകളെന്നുള്ള വ്യത്യാസമില്ല. അങ്ങനെയുള്ള ഈ ചലച്ചിത്രമേളയിൽ എല്ലാവരും ഇവിടെ എത്താനും കാണാനും രജിസ്റ്റർ ചെയ്യാനും കാണാനും തയ്യാറാവണം. എല്ലാവരെയും ഈ മേളയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ കോംപ്ലക്സ് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇടുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഒരു സംഗതിയായിട്ട് വന്നിട്ട് കാര്യം, അത് പ്രത്യേക ഒരു സാധനമായിട്ട് പറയുന്നത്. കൊട്ടാരക്കരയിൽ തന്നെ സിനിമയ്ക്കൊരു ബേസ് ഉള്ള സ്ഥലമല്ലേ? KGDC